മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിനെ വിരോധത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാരും അവരുടെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനലും വേട്ടയാടുന്നതായി താനൂർ ഡിവൈഎസ്പി ബെന്നി. റിപ്പോർട്ടർ ചാനൽ തനിക്കെതിരെ നൽകിയ ലൈംഗികാതിക്രമ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. മരമുറി കേസിലെ പ്രതികൾ സ്വന്തം ചാനൽ ഉപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്തുന്നതായി DGPക്ക് അയച്ച കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്ത 3 ദിവസത്തിനകം നീക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നറിയിച്ച ബെന്നി റിപ്പോർട്ടർ ചാനലിന് കത്ത് നൽകി. നീക്കം ചെയ്യാത്ത പക്ഷം കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ബെന്നി പറഞ്ഞു. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് വീട്ടമ്മയെ ഉപയോഗിച്ച് റിപ്പോർട്ടർ ചാനൽ വ്യാജ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ബെന്നി നേരത്തെ പരാതി നൽകിയിരുന്നു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. SP സുജിത് ദാസും CAയും പീഡിപ്പിച്ചുവെന്ന DYSP ബെന്നി മോശമായി പെരുമാറിയെന്നുമായിരുന്നു യുവതി ചാനലിലൂടെ നടത്തിയ ആരോപണം. വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നു. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് താനൂർ DYSP ബെന്നി DGPക്ക് നേരത്തെ കത്തയച്ചിരുന്നു. മുട്ടിൽ മരമുറി കേസ് പ്രതികൾ സ്വന്തം ചാനലായ റിപ്പോർട്ടറിലൂടെ തന്നെയും പോലീസിനെയും അപകീർത്തിപ്പെടുത്തുന്നതായി DGPക്ക് അയച്ച കത്തിലൂടെ ബെന്നി വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 സുൽത്താൻ ബത്തേരി DYSP ആയിരുന്നപ്പോഴാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതെന്ന് ബെന്നി പറഞ്ഞു. ഇപ്പോഴും മരമുറി കേസിൽ അന്വേഷിക്കുന്നുണ്ട്. ഇതിലുള്ള വിരോധമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ. 100% താൻ നിരപരാധിയാണ്, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. പൊന്നാനിയിലെ വീട്ടമ്മയാണ് പോലീസുകാർക്കെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത്. ഇതോടെ ഏതായാലും ചാനലുകാരും കുടുങ്ങുമെന്ന് ഉറപ്പാണ്.